CPM മൂന്നാം വട്ടം തുടർഭരണം നേടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പിണറായി തന്നെ വീണ്ടും നയിക്കും എന്നുള്ളത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. പ്രതിപക്ഷം നിരവധി ആയുധങ്ങൾ കയ്യിൽ കിട്ടിയിട്ടും നിസ്സഹായരായി നിൽക്കുന്നതുമാണ് കാണുന്നത്. തിരഞ്ഞെടുപ്പിൽ എപ്പോഴും ആൻറ്റി ഇൻകംബൻസിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പൊതുവെ സംസാരിക്കുന്നത്, ഭരണ വിരുദ്ധ വികാരം. പക്ഷേ ഒരു പ്രോ ഇൻകംബൻസി അഡ്വാൻറ്റേജ് എന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിനെ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ചെയ്തു തീർക്കാൻ പറ്റുന്നതും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ചില അസാധ്യ കാര്യങ്ങളുണ്ട്. വലിയ രൂപത്തിൽ പദ്ധതികൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുക, നടന്നാലും നടന്നില്ലെങ്കിലും ഇത് പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷത്തിന് പറ്റില്ല, ഭരണപക്ഷത്തിന് പറ്റൂ. പ്രതിപക്ഷത്തിന് പ്രകടന പത്രികയിൽ കൊണ്ടുവരാം, പക്ഷേ ഭരണപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി നീങ്ങാം. ഇതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭരണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ 2020 പിണറായിക്ക് സാധിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് അത് സാധിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ അത്യപൂർവമായി നടക്കുന്നൊരു കാര്യമാണ് തുടർ ഭരണം. അപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യമാണെന്ന് പറയാം. കോവിഡിൻ്റെ സാഹചര്യം, അതിന് മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതാശ്വാസത്തിൻ്റെ സാഹചര്യം ഒരു പ്രത്യേക മാനസിക നിലയിലാണ്. അപ്പോൾ അന്ന് ഗവൺമെൻറ് പദ്ധതികളുടെ ഫലം ടച്ചിങ് ലൈഫ്സ് അല്ലേ, ഓരോ വ്യക്തിയെയും അത് ടച്ച് ചെയ്തു. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരാ അഫക്റ്റഡ് ആകാത്തത്? അത് മാത്രമല്ല കോവിഡിൽ അഫക്റ്റഡ് ആകാത്തത് ആരാണ്? അപ്പം ഗവൺമെൻറ് ദാറ്റ് ക്യാൻ ഡെലിവർ ഇതാണ്. അപ്പം അതിന് പിണറായി ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നു എന്നത് സ്വാഭാവികം ആണെന്ന് പറയേണ്ടി വരും. അതൊരു ആൻറ്റി ഇൻകംബൻസി അവിടെ ഇല്ലായിരുന്നു എന്നല്ല, ഉള്ള ആൻറ്റി ഇൻകംബൻസിയെ മറികടക്കുന്ന രീതിയിൽ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അതങ്ങനെയാണോ? ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കലാമിറ്റി എന്ന് പറയുന്നത് പിണറായി 3.0 എന്ന രീതിയിൽ നവമാധ്യമങ്ങളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരണ കൊടുങ്കാറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി കാണുന്നു. അപ്പോൾ ഇരിക്കുന്നതിന് വളരെ മുൻപ് കാലം നീട്ടുകയാണോ, അതോ ഒരു ഹൈപ്പ് വളരെ മുൻപ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഏർലി ബേർഡ് ഇൻസെൻറ്റീവ് ലഭിക്കും എന്ന പ്രതീക്ഷയാണോ? സെമിഫൈനൽ പോലും കഴിഞ്ഞിട്ടില്ല, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലും കഴിഞ്ഞിട്ടില്ല, അതിനുശേഷം വരേണ്ട പിണറായി 3.0. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ പിണറായി 3.0 എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: വി ഹാവ് എ ലീഡർ, വി ആർ പ്രൗഡ്ലി ഷോയിങ് ദാറ്റ് ലീഡർ. ഡു യു ഹാവ് എ ലീഡർ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിനൊരു കൃത്യമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ, പിന്നെ UDFന് കൃത്യമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാനാവുന്നില്ല. അവർ പരസ്പരം തമ്മിലടിക്കുകയാണ്. ശശി തരൂരിനെ ആദ്യ റൗണ്ടിൽ വെട്ടിനിരത്തി. ഒരു പ്രതീക്ഷ ഉണ്ടായപ്പോൾ തന്നെ തരൂരിന്റെ പര്യടന വേളയിൽ തന്നെ മുളയിലെ തുള്ളി. 2 പിന്നെ വന്ന പേര് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പേരാണ്. അദ്ദേഹം ഏതെല്ലാം കൺവെൻഷനുകളിൽ, ഏതെല്ലാം സമുദായ സംഘടനാ മീറ്റിങ്ങിൽ സംസാരിക്കുന്നുവോ അവിടെ എല്ലാം പാരവെപ്പിൻ്റെ പൊടിപൂരം അരങ്ങേറി. അത് മറ്റു പാർട്ടികളിൽ നിന്നല്ല, സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ. രമേശ് ചെന്നിത്തല ഇടയ്ക്കൊന്ന് മിന്നി നിന്നു. ഇതെന്താണ്? പെരുന്നയുടെ പ്രിയപുത്രനാര്, നായർ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ കൽബിലെ ഇടം നേടുന്ന ആളാര്, അതേക്കുറിച്ച് ചെന്നിത്തല ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറി. ഇപ്പോഴിതാ അവസാന റൗണ്ടിൽ KC വേണുഗോപാൽ എന്ന ഡാർക്ക് ഹോഴ്സ് ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ കണ്ണായ സ്ഥാനങ്ങളിലെല്ലാം ഇഷ്ടക്കാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നായകസ്ഥാനത്ത് താനുമുണ്ട് എന്ന ഒരു പ്രതീതി നൽകുന്നു. ആരാണാവോ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? പറയാനാവില്ല. ഇവിടെ UDFനെ പരമാവധി പ്രതിരോധത്തിലാക്കുന്ന ഒരു തന്ത്രം എന്നതിനുപരിയായി പിണറായി 3.0 എന്ന പ്രചരണത്തെ ഈ ഘട്ടത്തിൽ കാണേണ്ടതില്ല. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം UDFനകത്ത് ഇങ്ങനെ നിരവധി പേർ നിൽക്കുന്നുണ്ട്. LDFനകത്ത് ഈ പിണറായി വിജയന് തന്നെ CPMൽ തന്നെ പിണറായി വിജയൻ തുടരുന്നതിൽ അതൃപ്തി ഉള്ളവർ പോലും ഉണ്ട്. പക്ഷേ അവർ സഹിതമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നതെന്നുള്ളതാണ്.
ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ രീതി. താഴെ ഘടകങ്ങൾ മേൽഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നു, അവർ അതിനേക്കാൾ മേൽഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ സംഘടനയുടെ തലപ്പത്തുള്ള ഒരാൾ, ആ ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ, ഇത് അവർ പറയുന്ന താഴേക്ക് അതുപോലെ ബാധകമാകും. ഇത് സംഘടനാ തത്വമാണ്. ഇവിടെ എങ്ങും ഏകാധിപത്യം എന്നത് നിഘണ്ടുവിലില്ല. പക്ഷെ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ്? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറി, ആ സെക്രട്ടറി അല്ല എങ്കിൽ സെക്രട്ടറിയെ പോലും നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കീഴിലായിരിക്കും ഒരു പാർട്ടി. മാവോ സേ തുങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയായിരുന്നു? ഡെങ് സിയാവോപിങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയായിരുന്നു? ചൈനയിലാണ്. അതിനുശേഷം വന്ന ഷി ജിൻപിങ്, അതിന് മുമ്പ് വന്ന എത്രയോ പേരാണ്. ഈ ആളുകളെല്ലാം തന്നെ ആരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രീതികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി അദ്ദേഹം തന്നെയായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ്, അല്ലെ, ഭരണത്തിന്റെ തലവൻ അദ്ദേഹം തന്നെയായിരിക്കും സൈന്യത്തിന്റെയും ചുമതല. ഇതൊരു സംസ്ഥാനം മാത്രമാണ്, കേരളം ഒരു സംസ്ഥാനം മാത്രമാണ്, രാജ്യമല്ല. ഇവിടെ പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ഉണ്ട്, MV ഗോവിന്ദൻ. പക്ഷേ പിണറായി വിജയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി. പക്ഷേ MV ഗോവിന്ദന് അത് കഴിയുന്നുണ്ടോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും പിണറായിയുടെ പേരിൽ തന്നെയാണ്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പേരിൽ തന്നെയാണ് പാർട്ടിയുടെ ഘടനകൾ ഊർജം കൈക്കൊള്ളുന്നത്. കാരണം രണ്ടാം നിര നേതൃത്വത്തിൽ ആരാണ് ഫസ്റ്റ് എമംഗ് ഈക്വൽസ്? ഒരു ഉത്തരമില്ല. MA ബേബി കേന്ദ്രത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുന്നു. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പെർ സേ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിലവിലില്ല. അങ്ങനെയെങ്കിൽ മറ്റുള്ള സമന്മാരിൽ നല്ല പ്രതിച്ഛായൊക്കെ ഉണ്ടായിരുന്ന, ബുദ്ധിജീവി പരിവേഷം കൂടി ഉണ്ടായിരുന്ന G. സുധാകരൻ എവിടെ? എവിടെ തോമസ് ഐസക്? എവിടെ ശൈലജ ടീച്ചർ? പ്രതിച്ഛായുള്ള നേതാക്കൾ, സീനിയോറിറ്റിയുള്ള, പ്രതിച്ഛായുള്ള, ഭരണപരിചയമുള്ള, ഭാവി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾ ഒന്നും തന്നെ ഒന്നുകിൽ സജീവമല്ല, അല്ലെങ്കിൽ നിഷ്പ്രഭമായി പോയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണ്? അപ്പോൾ പിന്നെ പിണറായി 3.0. അത് CPMന്റെ ആവശ്യമാണ്, ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. കാരണം പിണറായി മുഖ്യമന്ത്രി ആയാലും ഇല്ലായെങ്കിലും, ആവുകയാണെങ്കിൽ ഇടതുപക്ഷം ജയിച്ചാൽ പിണറായി തന്നെ മുഖ്യമന്ത്രി ആകണമെന്നില്ലല്ലോ. പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രചരണ സംവിധാനം, കാരണം ആളുകളെ, അണികളെ ഒരുമിച്ച് നിർത്തുക, പാർട്ടികളെ ഒരുമിച്ച് നിർത്തുക, മുന്നണിയെ ഒരുമിച്ച് നിർത്തുക, ഒരു പടലപിടക്കമില്ല എന്ന് കാട്ടുക, എന്നിട്ട് അവരുടേതായ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ആവുന്നതിൽ തെറ്റൊന്നുമില്ല. ആ രീതിയിലുള്ള സംസാരം പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷെ അത് അധികം മുന്നോട്ട് പോയില്ല. ഇപ്പോൾ ആരും നിഷേധിക്കുന്നില്ല, പിണറായി തന്നെ അതിനുള്ള ഒരു അംഗത്തിന് ബാല്യമുണ്ടെങ്കിലും അംഗം പൂർത്തീകരിച്ച് അധികാര കസേരയിലെത്തി 5 വർഷം അധികാരത്തിലിരിക്കാൻ തക്ക ആരോഗ്യം ഭാവിയിൽ ഉണ്ടാവുമോ എന്നത് ഒരു ചോദ്യചിഹ്നം കൂടിയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു ഫിയർ സൈക്കോസിസ്. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇത് ഇടതുപക്ഷം പറഞ്ഞാൽ പോലും ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി മാത്രം പറഞ്ഞാൽ പോരല്ലോ, മറ്റുള്ളവർ കൂടി പറയണ്ടേ? അപ്പോൾ ഒരു പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുന്നു. ശബരിമല വിവാദത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നു, മറ്റ് പല വിവാദങ്ങളിലും പ്രതിരോധത്തിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഡിബേറ്റ്, ഇതാ പിണറായി 3, ഞങ്ങൾക്കൊരു നേതാവുണ്ട് എന്ന രീതിയിലേക്ക് പെട്ടെന്ന് സംസ്ഥാനത്തിൻ്റെ അജണ്ട, ഡിബേറ്റുകൾ ക്രോഡീകരിച്ച് കൊണ്ടുവരാനുള്ള അവസരം പാർട്ടി പാഴാക്കിയില്ല എന്ന് മാത്രമാണ് അതിനുള്ള ഉത്തരം. അല്ലാതെ പിണറായി ഇതാ അധികാരത്തിൽ വന്നു കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ അതിന് പറയാനും ആവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.